കടബാധ്യതകൾ മാറുന്നതിലാണ് വരാഹി ദേവി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതിൽ കൂടുതൽ ആളുകൾ ചെയ്യുന്നത്. ദേവിയുടെ ഒരു വരാഹി മുദ്രയുണ്ട്, ആ മുദ്രയിൽ പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഫലം കിട്ടും. വരാഹി ദേവി, ഈ വരാഹി ദേവിയെ പറ്റി ഒരുപാട് കേൾക്കുന്നുണ്ട്, എല്ലാവർക്കും വിശ്വാസമാണെന്ന് പറയുന്നുണ്ട്. ഈ വരാഹി അമ്മ അല്ലെങ്കിൽ വരാഹി ദേവി നമ്മൾ എന്താ പറയുക പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി എന്ത് മന്ത്രമാണ് ചൊല്ലേണ്ടത്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ഒന്ന് പറയാമോ? പ്രദീപ് ജി, വരാഹി ദേവിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ മാതൃക്കളിൽ ഒരാളാണ് വരാഹി ദേവി. അതായത് മനുഷ്യ ശരീരവും കാട്ടുപന്നിയുടെ ശിരസുമായിട്ടുള്ള ദേവിയാണ്. വരാഹി ദേവിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അതായത് മനുഷ്യ ശരീരവും മൃഗങ്ങളുടെ ശിരസുമുള്ള ദേവതകളുണ്ടല്ലോ, അതായത് നരസിംഹമൂർത്തി, ഗണപതി, ഇവരെയൊക്കെ നമുക്ക് പ്രസാദിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫലം കിട്ടുമെന്ന് പറയും. അപ്പൊ അതുപോലൊരു ദേവതയാണ് വരാഹി ദേവി. നമ്മൾ വരാഹി ദേവീനെ വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ, വിളിച്ചപേക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഫലം കിട്ടും. ഫലസിദ്ധി വളരെ പെട്ടെന്നായിരിക്കും, നമ്മൾ വിശ്വസിക്കുന്നതിലും അപ്പുറത്തായിരിക്കും ഫലസിദ്ധി വരുന്നത്. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, സാമ്പത്തിക തടസ്സങ്ങൾ വരുന്ന സമയത്ത്. അതാണ് ഇപ്പോൾ ഈവൻ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായി കേട്ടോ. ഞാൻ ഈ പലരും പറയുന്ന ഒത്തിരി കേട്ടിട്ട് ഞാനിതുപോലെ രാത്രി 8 മണിക്ക് ശേഷം പ്രാർത്ഥിച്ചു നോക്കി, ഭയങ്കര റിസൾട്ടാണ്. അതും നമ്മളൊരു 100% അർപ്പണ മനോഭാവത്തോടു കൂടി വരാഹിയമ്മയെ വിളിക്കുകയാണെങ്കിൽ ഫലം സുനിശ്ചിതമെന്ന് പറയില്ലേ, അതുപോലെ തന്നെയാണ്. അതെ. പിന്നെ ഈ വരാഹി അമ്മയെ പ്രസാദിപ്പിക്കുന്നത് 8 മണിക്ക് ശേഷം എന്ന് പറയുന്നതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണ്? 8 മണിക്ക് ശേഷം എന്ന് പറയുന്നതിന്റെ പിന്നിലത്തെ രഹസ്യം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ കൂടുതൽ ഫലസിദ്ധി ആ ഒരു സമയത്ത് ശേഷമാണ്. അതായത് അർദ്ധരാത്രിയൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നല്ല ഫലസിദ്ധിയാണ് ശരിക്കും. അപ്പോൾ മന്ത്രങ്ങളൊക്കെ ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുകയാണെന്നുണ്ട്. വരാഹി ദേവിയുടെ മന്ത്രങ്ങളുണ്ടല്ലോ, ഭയങ്കര പവർഫുൾ ആണത്. നമ്മൾ അവിശ്വസനീയമായ രീതിയിലാണ് അതിന്റെ ഫലസിദ്ധി എന്ന് പറയുന്നത്. അല്ല, ഇതിനകത്ത് പേടിപ്പെടുത്തുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് ജപിക്കാറുണ്ടായിരുന്നു. നമ്മൾ എവിടെയെങ്കിലും ഒരു ബ്ലോക്കിൽ പെടുകയോ എന്തെങ്കിലും മാനസികമായിട്ട് എവിടെയെങ്കിലും നമ്മൾ എന്താ പറയുക, നമ്മൾക്ക് ആരും ആ സമയത്ത് കൺട്രോൾ ചെയ്യാനില്ല, പെട്ടെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇമ്മീഡിയറ്റ്ലി ബ്ലോക്ക് മാറുന്നു. പക്ഷേ ഇതിന് നെഗറ്റീവ് എഫക്ട്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അപ്പം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുകയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ചെയ്യുകയും ചെയ്യുന്ന എലിസബത്തിന് എന്താണെന്ന് പറയാനുള്ളത്? പ്രദീപ് ജി, അതിനെപ്പറ്റി പറഞ്ഞാൽ നെഗറ്റീവ്സ് എന്ത് കാര്യത്തിലും ഉണ്ടല്ലോ. നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കാതെ ഒരു ഇതിൽ നമ്മൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും ഫലം കിട്ടില്ല. പിന്നെ വേറെ എന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടോയെന്ന് ഞാൻ ഇതുവരെയായിട്ട് അതിനെപ്പറ്റി പഠിച്ചിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. പിന്നെ മെയിനായിട്ടും ഈ വരാഹി ദേവിയുടെ മുദ്ര വളരെ വാരാഹി എന്നാണ് വിളിക്കുന്നത്. ദേഷ്യം വരുമ്പോൾ വാർത്താളി എന്ന് പോലും വിളിക്കുന്നുണ്ട്. ചിലർ പറയുന്നുണ്ട് ദേഷ്യം വരുമ്പോൾ വാരാഹി എന്ന് വിളിക്കുന്നു. പക്ഷേ അതിൻ്റെയൊക്കെ എത്രത്തോളം അതിന് ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടാവുമെന്നോ ഒന്നും എനിക്കറിയില്ല. ഈ വരാഹി അമ്മയെ ഏറ്റവും കൂടുതൽ പ്രീതിപ്പെടുത്താൻ പൗരാണിക കാലം മുതലേ തന്നെ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു മുദ്രയുണ്ട്, ഒന്ന് കാണിക്കാമോ? അതായത് നമ്മുടെ ഇടത് കൈയുടെ തള്ളവിരൽ ഇതുപോലെ മടക്കി വെക്കുക, വലത് കൈയുടെ തള്ളവിരൽ നമ്മൾ ഇങ്ങനെ ഈ ഒരു പൊസിഷനിൽ വെക്കുക, ബാക്കിയുള്ള വിരലുകൾ ഇങ്ങനെ ചേർത്ത് വെക്കുക. എന്നിട്ട് നെഞ്ചോട് വെച്ച് വരാഹി ദേവിയുടെ മന്ത്രം ഉച്ചരിക്കുക. ആ മന്ത്രം ഇങ്ങനെയാണ്: ഓം ഹ്രീം യോഗിനി യോഗഭയങ്കരി വരാഹി ദേവി നമഃ. ഇത് എത്ര പ്രാവശ്യമാണ് ജപിക്കേണ്ടത്? ഇത് 108 തവണയാണ് സാധാരണ മന്ത്രങ്ങളൊക്കെ ജപിക്കാറ്. 108 തവണ ജപിക്കുന്നതാണ്. 108, 1008, ഇനി അത്രയും പറ്റിയില്ല 21 തവണ. നമ്മൾ എത്രത്തോളം അതിനകത്ത് ഇൻവോൾവ് ആയി ചൊല്ലാൻ പറ്റും. അതിപ്പം 2 തവണയാണെങ്കിൽ 2 തവണ. അത് നമ്മൾ അതിന് കൊടുക്കുന്ന ഒരു പ്രാധാന്യമാണ് അതിന്റെ. ഏത് മന്ത്രമാണെങ്കിലും പ്രാർത്ഥനയാണെങ്കിലും എല്ലാം. അല്ലാത്ത സമയങ്ങളിൽ ഈ വജ്രഘോഷം പറയുകയും ചെയ്യാം, അല്ലേ? തീർച്ചയായും. അത് നമുക്ക് നടക്കുമ്പോഴൊക്കെ പറയാം. ഒരു ഗോൾഡൻ മന്ത്രം എന്നല്ലേ പറയുന്നത്, അല്ലേ? വെറുതെ നടക്കുന്ന സമയങ്ങളിൽ വജ്രഘോഷം പറയാം. ഈ പിന്നെ പലരും പറയുന്നു ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇത് ജപിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരുണ്ടെന്ന് പറയുന്നുണ്ട്. ഒത്തിരി പേരുണ്ട്. ഏത് മന്ത്രവും നമ്മൾ ജപിക്കുമ്പോൾ ആ മന്ത്രത്തോടുള്ള ഭക്തി, അല്ലെങ്കിൽ ആ മന്ത്രം ഏത് ദേവതേനെയാണോ പ്രസന്റ് ചെയ്യുന്നത് ആ ദേവതയോടുള്ള ഭക്തി, ആ മന്ത്രത്തിന് നമ്മൾ കൊടുക്കുന്ന ഡെഡിക്കേഷൻ, ഇതെല്ലാം പ്രാധാന്യമാണ്. അപ്പൊ അതിനനുസരിച്ചായിരിക്കും നമുക്ക് റിസൾട്ട് വരിക. അപ്പം ഈ വരാഹി ദേവിയുടെ മന്ത്രം ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദേവതകളുടെ മന്ത്രമാണെങ്കിലും അങ്ങനെ തന്നെയാണ്.
പിന്നെ നമ്മൾ വരാഹിദേവിനെ പ്രാർത്ഥിച്ചിട്ട് ഫലം കിട്ടിയില്ലെങ്കിൽ അത് നമ്മളങ്ങനെ കുറ്റം പറയാൻ പാടില്ലല്ലോ. അപ്പം എന്താണെങ്കിലും അത് തന്നെയാണ്, ആ ഒരു രീതിയിൽ നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രാർത്ഥിക്കുക. എലിസബത്തിന് പേഴ്സണലി അനുഭവം കിട്ടാറുണ്ടോ? തീർച്ചയായിട്ടും കിട്ടാറുണ്ട്. അതുപോലെ തന്നെ വരാഹിദേവി ഏറ്റവും കരുണാവാരിധിയാണ്. നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് റിസൾട്ട് തീർച്ചയായും, അതായത് പ്രാർത്ഥനയ്ക്ക് ഫലം കൊടുക്കുന്ന, വരങ്ങൾ കൊടുക്കുന്ന ദേവിയാണ്. അതുപോലെ സത്യത്തിനും അധർമ്മത്തിനും ഒന്നും കൂട്ടുനിൽക്കുന്ന ദേവതയല്ല. നമ്മൾ അതുകൊണ്ട് അത്രയും നൈർമല്യമായ മനസ്സോടുകൂടി വേണം വരാഹിദേവിയെ പ്രാർത്ഥിക്കാൻ. അത് ഭയങ്കര പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും ഈ വരാഹി അമ്മ, വരാഹി ദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കാരണം എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാകുന്ന ഓരോ ബ്ലോക്കേജും അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കൂ, 100% നടക്കും. കാരണം അമ്മയുടെ ആ ഒരു മുദ്ര ഭയങ്കര പവർഫുള്ളാണ്. ഇപ്പോൾ കാണിക്കുന്ന സമയത്ത് ഞാനിത് മുൻപ് കണ്ടിട്ടുണ്ട്, ഞാനത് പ്രാക്ടീസ് ചെയ്തിട്ടുമുണ്ട്. പക്ഷെ എനിക്ക് ആധികാരികമായിട്ട് പറയാൻ അറിയില്ല. കാരണം എൻ്റെ വിശ്വാസം എന്നിൽ മാത്രമാണ്. എല്ലാ കാര്യങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാൻ ഒരു പർട്ടിക്കുലർ സമയം. അതെ 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 അതെ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വച്ച് ചെയ്യുന്ന മുദ്രയിൽ ഓരോ വിരലിൻ്റെയും പ്രാധാന്യം, വരാഹി അമ്മയെ പ്രതിനിധീകരിക്കുന്ന ഈ മുദ്ര അത് പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യുകയും എല്ലാ ദിവസവും മിനിമം 108 പ്രാവശ്യം രാത്രി 8 മണിക്ക് ശേഷം അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ച് നൈർമല്യമായ അമ്മയെ നമ്മളിലേക്ക് എത്തിക്കാൻ നമ്മൾ കൊടുക്കുന്ന അർപ്പണബോധം ഓരോരുത്തർക്കും അനുഗ്രഹമാവട്ടെ. എല്ലാവർക്കും ഈ എലിസബത്ത് ചെയ്യുന്ന അതിനേക്കാളും മുകളിൽ അവർക്ക് ഫലമുണ്ടാകട്ടെ. നന്ദി, നമസ്കാരം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.